അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമോനെ, മോനെ, ഷാമോനെ. അവൻ അത്താഴം കഴിച്ച് പിന്നെ കിടന്നതാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞ്. മോനെ, എന്താ എണീക്കുന്നില്ലേ? മറ്റത് സുബഹിൻ്റെ ശേഷം ഉറക്ക് പതിവല്ലായിരുന്നല്ലോ, ഇന്ന് എന്തു പറ്റി മോനെ? ഉമ്മ, ഞാൻ അത്താഴത്തിന് എണീറ്റപ്പോഴേ പിന്നെ കുറച്ച് സമയമായിരുന്നു. ഒരു 6 മണിയാകാം സമയത്താണ് ഞാൻ ഒന്ന് കണ്ണ് ചിമ്മിയത്. മോനെ, അല്ല ഇന്ന് ഷോപ്പിലൊന്നും പോകണ്ടേ? ഉമ്മ, ഇന്നിപ്പോൾ നാളെ പെരുന്നാളും ഇന്നിപ്പോൾ നോമ്പൊക്കെ ആയിട്ട് ഇന്ന് പോകണ്ടെന്ന് വിചാരിച്ചു. അല്ലടാ, നീ പറഞ്ഞിരുന്നല്ലോ നാളെ ഷോപ്പിൽ പോകണമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന്. അപ്പോൾ നീ എന്നല്ലേ വിലക്കിയത്? ഇന്നിപ്പോൾ എന്താ നിൻ്റെ മനം മാറിയത്? ഉമ്മ, അത് ഇന്ന് പോണില്ല, നാളെ പെരുന്നാളും അല്ലേ, ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാം. മോനെ, ഷോപ്പാണ് കേട്ടോ, വല്ലവരുടെയും കയ്യിൽ അങ്ങനെ ഏൽപ്പിക്കാൻ പാടില്ല. നീ ഇപ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല തീരെ. നീ എത്ര സംഖ്യ മുടക്കിയിട്ട് ഷോപ്പാണിടാ. ഉമ്മ, ആ കാര്യത്തിലൊന്നും പേടിയില്ല. സ്റ്റാഫൊക്കെ വളരെ വിശ്വസ്തരായ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഹേയ് അങ്ങനെയൊന്നും. ശരിയാണ് മോനെ, എങ്കിലും ഒരു കണ്ണ് വേണം. നമ്മൾ എല്ലാവരെയും അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല. ഉമ്മ, അതും ശരിയാണ്. ഉമ്മ ആ വാക്ക് പറഞ്ഞപ്പോൾ ഷമ്മാസ് ഓർത്തത് തൻ്റെ നുസൈബയെയാണ്. അതെ, അവളെ ഞാനങ്ങ് വല്ലാതെ അങ്ങ് വിശ്വസിച്ചു. പക്ഷേ അവളെ മറ്റൊരുത്തൻ കാണാൻ വന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവൾ എന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. മോനെ, ഞാൻ എന്തിനാ നിന്നെ വിളിച്ചതെന്ന് വെച്ചാലേ, മോന് കിടക്കണേ കിടന്ന കുഴപ്പമില്ല, നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നതല്ലേ. മോനെ, എനിക്കൊന്നിടാവും ടൗൺ വരെ ഒന്ന് പോകേണ്ടിയിരുന്നു. എന്തിനാ ഉമ്മ? ഉമ്മാക്ക് ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവന്നതല്ലേ. അതിനല്ല മോനെ, എനിക്കൊരു കാര്യത്തിനാണ്. നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അത് നവാസിനെ കൂട്ടി പോകണോ ഞാൻ? മോനക്ക് വയ്യെങ്കിൽ അവിടെ കിടന്നോ, ഞാൻ നവാസിനെ വിളിച്ചു നോക്കട്ടെ. നവാസിനെ വിളിച്ചാൽ എന്താണെന്നോ, ഓൾക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഓൾക്ക് തീരെ ഒരു വെറുപ്പാണ് ഞാൻ ഓനെ വിളിക്കണതും ഓനോട് എന്തെങ്കിലും പറയണതും ചോദിക്കണതും പറ്റേയില്ല. എന്താ അറിയില്ല, അങ്ങനെ ഒരു ഇതാണ്, ഒരു കനാണ് ഓൾക്ക്. പിന്നെ ഇപ്പോൾ ഞാനങ്ങനെ ഓനെ വിളിക്കുക? എൻ്റെ കുട്ടി ഉണ്ടാകുമ്പോൾ ഇപ്പോൾ പെണ്ണ് കെട്ടാത്ത കാലം തിരക്കടില്ല, പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ഒക്കെ തന്നെ എല്ലാവർക്കും സ്ഥിതി. ഉമ്മ, അങ്ങനെയൊന്നുമില്ലല്ലോ ഉമ്മ. പെണ്ണ് കെട്ടിയെന്ന് വിചാരിച്ചിട്ടെന്താ? അതിനനുസരിച്ചുള്ള പെൺകുട്ടികളാവുമ്പോൾ അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പെണ്ണുങ്ങളെ വാക്ക് കേട്ട് മാത്രം നിൽക്കുന്നത് ശരിയല്ലല്ലോ ഉമ്മാരുണ്ടാവുമ്പോൾ. മോനെ, അതൊക്കെ ശരിയാണ്. പിന്നെ എനിക്കൊന്ന് ടൗൺ വരെ പോകണം, അർജൻറ്റാണ് മോനെ. ഉമ്മ, ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇനിയിപ്പോൾ തിരക്കായിരിക്കും അവിടെയൊക്കെ. മോനെ, തിരക്കായാലും വേണ്ടില്ല, എന്തായാലും വേണ്ട. മോനക്ക് പോരാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പോന്നു തരണോ? അർജൻറ്റ് കേസാണിടാ. എന്താ ഉമ്മാക്ക് ഇത്ര അർജൻറ്റ്? ഷമ്മാസ് വിചാരിച്ചു. പക്ഷേ ഉമ്മയോട് ചോദിക്കുന്നത് മോശമല്ലെന്ന് കരുതിയിട്ട് ഷമ്മാസ് പറഞ്ഞു, ആ ഉമ്മ, ഞാൻ വരാം. എത്ര മണിക്കാ? മോനെ, ഒരു 9:30-ക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. കാരണം കണ്ടില്ലേ, സമയം ഇപ്പോൾ അത് 7:30-8 മണിയായി തുടങ്ങി. 9:30 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങിയാലാണ് എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ. പിന്നെ നോമ്പല്ലേ. ഉമ്മ, എന്നാൽ ശരി. ഷമ്മാസ് ഇതാ കുളിക്കുവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്നു. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. അല്ലെങ്കിലും പൊതുവെ മഴക്കാലമായതുകൊണ്ട് തന്നെ ആയിരിക്കും, അല്ലാതെ പനിയൊന്നുമില്ല. ഹേയ് ഇല്ല, പനിയുണ്ടാകുമ്പോൾ വെള്ളം തൊടിയിക്കാൻ പറ്റില്ല. ഷമ്മാസ് അവൻ്റെ തലയിലേക്ക് നേരേതാ ഷവർ തിരിച്ചിടുന്നു. ആ തണുത്ത വെള്ളം അവൻ്റെ മുടിയിഴകളിലൂടെ അതാ ശരീരത്തിലേക്ക് പതിക്കുന്നു. ആ വെള്ളത്തിനോടൊപ്പം അവൻ്റെ കണ്ണുനീരുമുണ്ടായിരുന്നു. തലേന്നത്തെ ആ ഒരു സംഭവങ്ങൾ, അവൾ പറഞ്ഞ വാക്കുകൾ എല്ലാം കേട്ടപ്പോൾ ചുടു കണ്ണുനീർ ആ തണുത്ത വെള്ളത്തിനിടയിലൂടെ അവൻ്റെ കവിളിലൂടെ അതാ ചൂടുള്ള കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നു. പക്ഷേ തണുത്ത വെള്ളം ധാരയായി ഷവറിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ കണ്ണീർ അത് പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകുന്നുണ്ട്. അതവിടെ തങ്ങി നിൽക്കുന്നില്ല, അതൊലിച്ചു പോവുകയാണ്. ഷമ്മാസ് അങ്ങനെയും കുറേ കരഞ്ഞു തീർത്തു. മോനെ, കുളി കഴിഞ്ഞില്ലടാ ഇപ്പോഴും? എത്ര സമയമായി? ഉമ്മ, ദാ വരുന്നു. എന്നാലും മോനെ, എന്തായിരുന്നു ഇത്ര സമയം ബാത്റൂമിൽ? വേഗം കുളിച്ചിറങ്ങണ്ടേ? കുറേ സമയം ഷവർ ഇട്ടുകൊണ്ട് തലയിൽ വെള്ളം നനച്ച് നിൽക്കാൻ എനിക്ക് പറ്റുമപ്പോൾ ഈ അവസ്ഥയിൽ? പനി മാറി ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ളൂ ഓനെ. അപ്പോഴേക്കും ഓന് തലയിൽ ഇങ്ങനെ വെള്ളം വരുന്നതുകൊണ്ട്
ജസ്റ്റ് ഒന്ന് കുളിച്ചാൽ പോരെ? ഇപ്പം അങ്ങനെ ഒരുപാട് സമയം അങ്ങനെ കുളിച്ച് നിൽക്കാനെന്താ? ഉമ്മ ദാ ഇപ്പോൾ വരാം. അല്ല ഷാമോനെ, നീ തല തോർത്തിയതാണോ? അതെ. പിന്നെ എന്തായി മുടിയിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നത്? ഇങ്ങോട്ട് കാട്ട് ആ ടവല്. ഓ, നനഞ്ഞ ടവലും. ഉമ്മ മറ്റൊരു തോർത്തെടുത്ത് അതാ ഷമ്മാസിൻ്റെ നെറുകയിൽ അവിടെ ഇരുത്തി നന്നായിട്ട് തോർത്തി കൊടുക്കുന്നു. പിന്നെ നീരിറങ്ങിയാൽ ആകെ ബുദ്ധിമുട്ടാവും. മോനെ, മുടിയൊക്കെ വല്ലാണ്ടായിട്ടുണ്ടല്ലോ. എന്താ വെട്ടണ്ടേ? പെരുന്നാളല്ലേടാ? ഉമ്മ ഇന്ന് വെട്ടാന്ന് വിചാരിച്ചതാണ്. മോനെ, അതൊക്കെ ഇന്നലെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. ഇന്നിപ്പോൾ നോമ്പും ഒക്കെ ആയിട്ടൊക്കെ. അല്ലമ്മ, ഇന്നലെ ഇപ്പോൾ ഒന്നിനും ടൈം കിട്ടിയില്ലല്ലോ. ശരിയാണ്. ഞാൻ വിചാരിച്ചിരുന്നു പഠിച്ചോനെ ഈ പ്രാവശ്യം പെരുന്നാൾ ആശുപത്രിയിലാവുമെന്ന്. ഓ, എന്തായാലും പഠിച്ചോൻ്റെ കാവലുകൊണ്ട് കഴിച്ചിലായി. മോനെ ക്ഷീണാവോ? ഇല്ലമ്മ, എന്തിനെ ഒരു ദിവസം ഒന്ന് നോമ്പ് പിടിക്കുമ്പോഴത്തേന് എന്ത് ക്ഷീണാവാനാ? അതിൻ്റെ പ്രതിഫലം കേട്ടാൽ ആർക്കെങ്കിലും അത് ഒഴിവാക്കാൻ തോന്നുമോ? എന്തൊരു പ്രതിഫലമാണെന്ന് ഉമ്മക്കറിയില്ലേ? കഴിഞ്ഞ വർഷത്തെ പാപവും വരാൻ പോകുന്ന വർഷത്തെ പാപവും പൊറുക്കപ്പെടുമെന്നാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആരെങ്കിലും ഇത് ഒഴിവാക്കുമോ? അത് ഒഴിവാക്കി കഴിഞ്ഞാൽ വല്ലാത്തൊരു മിസ്സിങ് അല്ലേ ഉമ്മ? ശരിയാണ്. എൻ്റെ കുട്ടിക്ക് അതൊക്കെ അറിയണോണ്ട് പിന്നെ സുന്നത്ത് നോമ്പിൻ്റെ കാര്യത്തിലൊക്കെ എൻ്റെ കുട്ടി അല്ലെങ്കിൽ ഉഷാറാണ്. സുന്നത്ത് നോമ്പായാലും സുന്നത്ത് നിസ്കാരമായാലും ഒന്നും എൻ്റെ കുട്ടി ഉപേക്ഷിക്കുകയില്ല. അതെനിക്കറിയാം. ഷമ്മാസ് തൻ്റെ അലമാരയിൽ നിന്നും പുതിയൊരു ഷർട്ട് എടുത്തു ധരിക്കുന്നു. അത് ധരിച്ചുകൊണ്ട് മുടിയും വാർന്ന് ഉമ്മയുടെ മുമ്പിലേക്ക് നേരെ. സത്യം പറഞ്ഞാൽ ഉമ്മ തന്നെ അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ, എൻ്റെ മോൻ തന്നെയാണോ ഇത്? ഒന്നുകൂടി സൗന്ദര്യം കൂടിയ പോലെ. ഷാമോനെ, എടാ ഷർട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് എൻ്റെ കുട്ടിക്ക് കേട്ടോ. പെരുന്നാളിനുള്ളത് എടുത്തോ? ഉമ്മ എടുത്തില്ല. അതെടുക്കാം ഇന്ന് രാത്രി എങ്ങാനും പോയിട്ട്. അല്ലെങ്കിലിപ്പോൾ നമ്മൾ പുതിയ ഷർട്ടൊക്കെ ഇട്ട് പോയിട്ട് എന്താ മോനെ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് സുന്നത്തുള്ള കാര്യമല്ലേ. പെരുന്നാളിന് പുതിയ വസ്ത്രം ധരിക്കലും കുളിക്കലും ഒക്കെ അതിൽ പെട്ടതന്നല്ലേ, സുഗന്ധം പൂശൽ. അപ്പോൾ പിന്നെ ശരിയാണുമ്മ, അറിയാതെ പറഞ്ഞു പോയതാണ്. ആ, എനിക്കറിയാടാ, എൻ്റെ മനസ്സിൻ്റെ ടെൻഷൻ ഉണ്ടൊക്കെ ആയിരിക്കില്ലേ. എന്തിനാ കുട്ടീൻ്റെ ടെൻഷനാണ്? എല്ലാം നല്ല ഉഷാറായി നല്ല രീതിയിൽ ആവും. ഒന്നും വിഷമിക്കണ്ട. ഉമ്മയുടെ വിചാരം മൊബൈൽ ഷോപ്പൊക്കെ ആകെ അലങ്കോലമായി കിടക്കും, അല്ലെങ്കിൽ പുതിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സംബന്ധിച്ചുള്ള ടെൻഷനാണ് എന്നാണ് ഉമ്മ കരുതിയത്. ഉമ്മ പറഞ്ഞില്ലല്ലോ എങ്ങോട്ടാണെന്ന്. മോനെ വാ, കാറിൽ കയറി, ഞാൻ പറയാം. ഉമ്മ പറയൂ. അവർ രണ്ടുപേരും അതാ കാറിൽ കയറുന്നു. ഇവരാണെങ്കിൽ ആരും എണീറ്റിട്ടുമില്ല. ഒന്ന് വാതിൽ പൂട്ടിപ്പോവാനും പറ്റൂല, ചാരാനും പറ്റൂല എന്നുള്ള അവസ്ഥയാണ്. വിളിച്ചാലും എണീക്കൂല. ഉമ്മ ആ വാതിലിങ്ങ് ചാരിയേക്ക്. ഉമ്മ അതാ ഉമ്മയുടെ ആ ഒരു ബാഗ് കയ്യിൽ പിടിക്കുന്നു. അല്ല ഉമ്മ, എനിക്കൊരു ഡൗട്ട്. ഉമ്മ എവിടെ പോകുമ്പോഴും ഈ ഒരു ബാഗ് ഉമ്മയുടെ കയ്യിലുണ്ടാവുമല്ലോ. ഇതിപ്പോൾ എന്ത് സംഭവം? മറ്റേത് ബാഗ് എടുക്കാറില്ലായിരുന്നു. മോനെ, ഇത് അത്യാവശ്യമാണാ. അപ്പോൾ പിന്നെ വിശ്വസിച്ച് ഇവിടെ നിന്ന് വെച്ച് പോകാനും പ്രയാസമാണ്. കാരണം അവർ മേലെ എപ്പോൾ ഇറങ്ങി വരും ആർക്കും അറിയില്ല. പിന്നെ നമ്മൾ സേഫ്റ്റി ഇല്ലാതെ വാതിലിങ്ങനെ ചാരി വെച്ച് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് പോന്നാലേ. ഉമ്മ എന്താണിത്? മോനെ, അതൊക്കെ ഉണ്ട്. എന്നാലും എന്താ മോനെ, അത് നിനക്കറിയുന്ന തന്നെയല്ലേ. എന്തോ ഉമ്മാക്ക് എന്നോട് പറയാൻ മടിയാണെങ്കിൽ വേണ്ട, ശരിക്ക് സേഫ്റ്റിയായി വെച്ചോളൂ. മടിയായിട്ടല്ല മോനെ, ഇത് കയ്യിലുള്ള കുറച്ച് ഗോൾഡും കുറച്ച് ഡയമണ്ടൊക്കെയാണ്. അത് അന്നത്തെ കാലത്ത് തന്നെ ഇപ്പാൻ്റെ കാലത്ത് തന്നെ ഇപ്പം എനിക്ക് കുറച്ച് ഈ ലാഭം കിട്ടുന്ന പൈസയൊക്കെ ആകുമ്പോഴേ എനിക്ക് ഓരോ സ്വർണ്ണങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് തരും. എനിക്ക് ധരിക്കാനെന്നല്ല, ധരിക്കാനുണ്ട് ഇഷ്ടം പോലെ വേണേൽ ധരിക്കാം. എനിക്കിങ്ങനെ ഓരോ ലാഭത്തു നിന്ന് കൊണ്ടുവന്ന് തരും. അതിങ്ങനെ ഞാനവിടെ എടുത്ത് വെക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെയെന്ന് വെച്ചാൽ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ എൻ്റെ പെങ്ങളെ കെട്ടിക്കാനെന്ന് വെച്ചാൽ ഓൾക്ക് നല്ലോണം അന്നത്തെ കാലത്ത് തന്നെ 75 പവനൊക്കെ കൊടുത്തേക്കണ്. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം ഓൾക്കുമില്ല. പിന്നെ ഇപ്പോൾ ആർക്കാ? എൻ്റെ മക്കളൊക്കെ ആമക്കളുമാണ്. നമുക്ക് വേണ്ടിയില്ല ഒരു സ്വത്ത് മുതലും അതും പഠിച്ചും തന്നിക്കണ്. പിന്നെ ആർക്കെങ്കിലും പാവങ്ങൾക്ക് സ്വതക്കായിട്ട് അങ്ങനെയൊക്കെ എന്നല്ലാതെ ആരെങ്കിലും കല്യാണത്തിന് അങ്ങനെയൊക്കെ ഞാൻ എന്തെങ്കിലും കൊടുക്കും. ആരെങ്കിലും പാവപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ കല്യാണത്തിന് ഒരു വള അല്ലെങ്കിൽ ഒരു നെക്ലേസ് അതൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ. ഇപ്പം പിന്നെ അങ്ങനെയൊന്നും പോവലുമില്ല. പിന്നെ അവിടെ വെച്ച് പോരണ്ട വിചാരിച്ചിട്ടാണ്. മോനക്കറിയില്ലേ സ്വർണത്തിൻ്റെ വില? ആ ഉമ്മ, നല്ല വിലയാണല്ലോ അല്ലേ. ഇനി ആർക്കപ്പമ്മ ഇതൊക്കെ നിങ്ങൾ കൊടുക്കുക? അതൊക്കെ ഉണ്ട് മോനെ, അതൊക്കെ ഉണ്ട്. അതൊന്നും അറിയണ്ടപ്പോൾ. മോനെ, ഏറ്റവും നല്ലൊരു തുണി ഷോപ്പ് നോക്കിയിട്ട് അങ്ങോട്ട് വിട്ടോ വണ്ടി. ഏതാവെന്ന് എനിക്കറിയില്ല, കുറേ ഉണ്ടല്ലോ.
ആഹാ, ഉമ്മ ആർക്ക് ഡ്രസ്സ് എടുക്കാൻ ഉമ്മാക്കാണോ? അല്ല മോനെ, അതും എനിക്കാണോ? ഓ, നിനക്കിപ്പോൾ ഞാനൊക്കെ എടുത്താൽ പറ്റുമോ? നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുകയല്ലേ നല്ലത്. ലേഡീസ് ഷോപ്പൊക്കെ പോയിക്കോ മോനെ. ഈ ചുരിദാറൊക്കെ ഉണ്ടാവില്ലേ, ചുരിദാർ, പർദ്ദ, അങ്ങനെയൊക്കെ, അങ്ങനെയുള്ള ഷോപ്പിലേക്ക് പോയിക്കോ. ആ, ഓക്കെ ഓക്കെ. കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഷമ്മാസദ വലിയൊരു ഷോപ്പിന് മുമ്പിൽ വാഹനം നിർത്തുന്നു. മോനെ, പാർക്കിംഗ് ഇതാ അവിടെയാണ്, അവിടെ പോയിട്ട് വാട്ടോ. ഉമ്മ ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടി വന്നിട്ട് കയറിയാൽ മതി. മോനെ, ആ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ നിൽക്കാം. ഷമ്മാസ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. നല്ല തിരക്കാണ്, ഇതാ ഇപ്പോൾ തന്നെ. മോനെ, ഞാൻ നേരത്തെ തന്നെ വരാൻ പറഞ്ഞ അതാണ്, എന്തൊരു തിരക്കാന്നോ. ഉമ്മ, എന്ത് ഡ്രസ്സാണെന്ന് ഉമ്മ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഉണ്ട് മോനെ, ഈ ഇല്ലിപ്പം പോന്നാൽ മതി. അവിടെ വെൽക്കം ചെയ്യാൻ വാതിൽക്കൽ തന്നെ 2 ലേഡീസ് ഉണ്ടായിരുന്നു. കണ്ടാൽ നെപ്പോളിയൻസ് ആണെന്ന് തോന്നും, ശരിക്കും ചൈനക്കാരെ പോലെ തോന്നിക്കുന്ന 2 പെണ്ണുങ്ങൾ. ഉമ്മ പറഞ്ഞു, മോനെ ഈ കണ്ടടാ അവറ്റങ്ങളെ, അവരത് വേറൊരു രസാലേ. ഉമ്മ, അങ്ങനെ നോക്കാൻ പാടില്ല. എനിക്കൊന്നും നിങ്ങൾക്ക് നോക്കണതിന് കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ ഒരു കുറച്ച് കളറുള്ള പെണ്ണുങ്ങളെ കണ്ടു വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് അവരെ നോക്കി നിൽക്കാനൊന്നും പാടില്ല. അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോവണം. അല്ലാതെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ, മോനെ സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും നോക്കാൻ തോന്നിയടാ. ഉമ്മ, നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, കാരണം നമ്മളെയൊക്കെ വെൽക്കം ചെയ്ത് സ്വീകരിച്ച് നല്ല രീതിയിൽ കൂട്ടിക്കൊണ്ടുപോകുന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. എന്ന് കരുതി അവരെങ്ങനെ നോക്കി നിൽക്കാൻ അത് പറ്റൂലല്ലോ. ആ ആയിക്കോട്ടെ. അപ്പോഴേക്കും ഒരു ഗേൾ വന്ന് ചോദിക്കുന്നു, എന്താണ് മാഡം വേണ്ടത്? അത് ചുരിദാർ ആർക്കുള്ളതാണ്? അത് സാധാരണ ഒരു 10-20 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾക്കൊക്കെ ഉള്ളതാണ്. ആ ഓക്കെ, ഇങ്ങോട്ട് വരൂ. ഉമ്മത ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നു. അവിടെ ഒരുപാട് ചുരിദാർ ഐറ്റംസുകൾ, വർക്കുകളുള്ളതും ഇല്ലാത്തതും കോട്ടൺ ടൈപ്പും എല്ലാ ഐറ്റംസിലുണ്ട്. ഷമ്മാസ് ഒരു നിമിഷം ഉമ്മയെ ശ്രദ്ധിച്ചു. അല്ല പഠിച്ചോനെ, ഈ ഉമ്മ ആർക്കാണിപ്പോൾ ഇതിങ്ങനെ? അതിപ്പോൾ സാജിത്താക്ക്, ഹേയ് അത് ഉമ്മ തന്നെ എടുത്താൽ അവൾക്ക് ശരിയാവില്ല, അവൾക്ക് അവൾ തന്നെ എടുക്കണം. എന്നാലും നല്ലത് നോക്കി തിരയണുണ്ട്. മാഡം, അത് ആ ഗ്രീൻ എടുക്കൂ, ഉമ്മ ചോദിക്കാണ്. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു പിങ്ക്, ആ ലൈറ്റ് പിസ്ത, അങ്ങനെ ഉമ്മ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ട് ഷമ്മാസ് അത് പിന്നിൽ നിന്ന് നോക്കിക്കാണണം. എന്നാലും ഉമ്മാക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇത്ര പിടിപാടിപ്പോൾ എങ്ങനെ? അതിൽ നിന്ന് അതാ നല്ല 2 ചുരിദാർ ഉമ്മ സെലക്ട് ചെയ്യുന്നു. പിന്നെ ഒരു മിനിറ്റ്, പിന്നെ ഒരു കുറച്ചുകൂടെ ഒരു 15 വയസ്സിന് താഴെ വരുന്ന, അതായത് ഒരു 14 വയസ്സിനൊക്കെ ഉള്ള കുട്ടികൾക്കുള്ള, 14-13 വയസ്സിൻ്റെ കുട്ടികൾക്കുള്ള 2 ഡ്രസ്സും കൂടി എടുത്തോ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മാഡം വേണ്ട? ഹെവി ആയിട്ട് വേണോ, അതോ ചുരിദാർ ബിറ്റ് വേണോ, അതോ ഇങ്ങനെ എന്താ വേണ്ട, റെഡിമെയ്ഡ് വേണോ? റെഡിമെയ്ഡ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ സമയമല്ലല്ലോ ഒന്നിനും. ഉമ്മ പെട്ടെന്ന് തന്നെ അതാ അടുത്തുള്ള ചുരിദാർ സെക്ഷനിലേക്ക് മാറുന്നു. കുറച്ച് ചെറിയ കുട്ടികൾക്കുള്ള 2 ചുരിദാറുകളും ഉമ്മ അതാ സെലക്ട് ചെയ്യുന്നു, നല്ലത് നോക്കി തന്നെ. പിന്നെ പർദ്ദ ഇല്ല ഇവിടെ? ആ പർദ്ദ ഉണ്ടല്ലോ. ഉമ്മ അതാ പർദ്ദയുടെ ഭാഗത്തേക്ക്, പിന്നാലെ ഷമ്മാസും. ആ പർദ്ദ നോക്കുവാൻ വേണ്ടി ഉമ്മ ആ ഭാഗത്തേക്ക് പോയപ്പോൾ അതാ ഒരുപാട് ഡമ്മികൾക്ക് മുകളിലായിക്കൊണ്ട് പർദ്ദയും ഹിജാബും ഇട്ട് നിർത്തിയിരിക്കുന്നു. ഒരു നിമിഷം ഷമ്മാസ് ആ കാഴ്ച കണ്ടു. അതെ, നിക്കാബ് ധരിച്ച ഒരുപാട് പെൺകുട്ടികളും അവിടെ പർദ്ദ നോക്കുന്നുണ്ട്. ഷമ്മാസിന് തൻ്റെ കണ്ണുകളെ ഉയർത്താൻ കഴിഞ്ഞില്ല. അവൻ തല താഴ്ത്തി നിന്നു. എന്തെന്നറിയില്ല, അവൻ്റെ ഹൃദയം പൊട്ടുന്ന കാഴ്ചയായിരുന്നത്. അതെ, തൻ്റെ ഹിജാബി ഇതുപോലെയാണല്ലോ വരാറുള്ളത്. അതെ, അവൾ ഇങ്ങനെയുള്ള ഡ്രസ്സായിരുന്നല്ലോ ഇട്ടിരുന്നത്. ആ ഒരു കാഴ്ച ഷമ്മാസിന് വളരെയധികം സങ്കടം വരുത്തുന്ന ഒന്നായിരുന്നു. മോനെ, മോനെ, എന്താ ഇവിടെ വാ, അവന് വിളിക്കുന്നു. മോനെ, നീ എന്താ വിട്ടുപോയി നിന്നത്? ഇവിടെ എത്തിയപ്പോൾ ചുരിദാറിൻ്റെ സെക്ഷനിലൊക്കെ നീ തൊട്ടടുത്തുണ്ടായിരുന്നല്ലോ, ഇപ്പോഴെന്താ നീ വിട്ടുപോയത്? ഉമ്മ, അതെ ഒന്നുമില്ല. അല്ലടാ, എൻ്റെ കുട്ടിക്ക് ആഗ്രഹം ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ അല്ലേ, ഒന്ന് നോക്ക്, എത്രങ്ങാനുണ്ട് ഇവിടെ. എവിടുന്നോ വന്നതാണ് തോന്നുന്നത്, ഏതോ അറബി കോളേജിൽ പഠിക്കാറുണ്ട്. എല്ലാവരും നല്ലോണം സെലക്ട് ചെയ്യുന്നുണ്ട്. ഉമ്മമാരും മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഹിജാബാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങോട്ട് നോക്ക്, എന്ത് രസമുള്ള
പെണ്ണുങ്ങളാണ്. ഉമ്മ, നിങ്ങളെന്താ പറയുന്നത്? അങ്ങനെ പെണ്ണുങ്ങൾ നമ്മൾ നോക്കാൻ പാടുണ്ടോ? വെറുതെ ഒരു ആവശ്യമില്ലാതെ. മോനെ, അതിനല്ല വിവാഹ കാര്യത്തിന് നോക്കണതിന് കുഴപ്പമില്ല എന്നല്ലേ? അതിനിപ്പോൾ എന്താ? എനിക്കിപ്പോൾ ഒരു പെണ്ണ് വേണമെന്നല്ലേ? ഓരോ ഹിജാബ് ധരിച്ച പെണ്ണുങ്ങളും പർദ്ദ മാറി മാറി അതാ ഇടുന്നു. അവർ വേറൊരു പർദ്ദ ഇട്ട് നോക്കുന്നു. ആ റൂമിലേക്ക് പോയി ധരിച്ച് വരുന്നു. നിഖാബൊന്നും പൊന്തിക്കുന്നൊന്നുമില്ല. അതിൻ്റെ മേലെക്കൂടി തന്നെയാണ് അവരിതെല്ലാം ഡ്രസ്സിങ് ചെയ്യുന്നത്. ഒരു നിമിഷം ഷമ്മാസ് അറിയാതെ അങ്ങ് നോക്കിപ്പോയി. തൻ്റെ ഹിജാബിയാണോ അവൾ? അതെ, ബേക്കിൽ ആ ഒരു ഹിജാബിൻ്റെ കയർ കൊണ്ട് കെട്ടിയ ആ ഒരു കണ്ടപ്പോൾ അവളുടെ അതേ ഒരു ഐറ്റും അതേ ഷേപ്പും കണ്ടപ്പോൾ ശരിക്കും തൻ്റെ ഹിജാബിയാണെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി. ഷമ്മാസ് അവളെ തന്നെ നോക്കി. പെട്ടെന്നാണ് ആ പെണ്ണ് പർദ്ദയുമായി ഇങ്ങോട്ട് തിരിഞ്ഞത്. പെട്ടെന്ന് ആ പെണ്ണിൻ്റെ കണ്ണ് ഷമ്മാസ് കണ്ടു. അല്ല, ഹേയ്, ഒരിക്കലും അല്ല. എൻ്റെ ഹിജാബിയുടെ കണ്ണ് വളരെയധികം മനോഹരമായിരുന്നു. അത് ആ നിക്കാബിനുള്ളിലൂടെ കാണാൻ അത് വല്ലാത്തൊരഴകാണ്. അവളുടെ കണ്ണിന് അല്പം വെള്ളാരം കണ്ണിൻ്റെ നിറമാണ്. ഒരിക്കലും അതെൻ്റെ ഹിജാബിയല്ല. ഹേയ്, ഒരിക്കലുമല്ല. ഉമ്മ അതാ പർദ്ദ സെലക്ട് ചെയ്യുന്നു. 2 എണ്ണം എടുക്കാം. നല്ല 2 പർദ്ദകൾ ഉമ്മ സെലക്ട് ചെയ്യുന്നു. ഒന്ന് സാധാരണയായി പെൺകുട്ടികൾ ഇടുന്ന ടൈപ്പിലുള്ള ഫറാഷ ടൈപ്പാണ് ഉമ്മ എടുത്തത്. ഒന്ന് സാധാ ടൈപ്പും. അതിലേക്കുള്ള നിഖാബും ഷാളും എല്ലാം ഉമ്മ വാങ്ങിച്ചു. പിന്നെ മോനെ, അവിടെ പോയിട്ട് ഒരു ഷർട്ടും മുണ്ടും മോനെ ജെൻസിൻ്റെ ഭാഗത്ത് പോയിട്ട് വാങ്ങി വാ. ഒരു ഷർട്ടും മുണ്ടും ഒരു തൊപ്പി എടുത്തോ കേട്ടോ. ഉമ്മ ഏതാ വൈറ്റാണ് വേണ്ടത്? അധികം വൈറ്റ് വേണ്ട, കുറച്ചൊരു ലൈറ്റായിട്ട് ഷർട്ട്. അങ്ങനെ ഷമ്മാസ് അതും എടുത്തു കൊണ്ടുവന്നു. എന്നാൽ ഇത് വില്ലാക്കാം. ഇനി എന്തെങ്കിലും വേണോ മാഡം? ഹേയ്, ഇനിയൊന്നും വേണ്ട. മറ്റു പലതും വാങ്ങാൻ ഉമ്മാക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കറക്റ്റ് സൈസും അളവും ഒന്നും ഉമ്മാക്കറിയില്ല. അതൊക്കെ ഇനി വാങ്ങാനുള്ള ക്യാഷ് കൊടുക്കാം, അതായിരിക്കും നല്ലത്. എല്ലാം ബില്ലാക്കുന്നു. നല്ല തിരക്കാണ്. ഷമ്മാസ് വിചാരിച്ചു, പഠിച്ചവനെ, എന്നാലും ഉമ്മ ഇത് ആർക്കായിരിക്കും? പിന്നീട് ഷമ്മാസിന് ചെറിയ രീതിയിൽ കാര്യം പിടികിട്ടി. അത് മറ്റൊന്നുമല്ല, പാവം എൻ്റെ ഫൈസൽക്കയുടെ ആദ്യ ഭാര്യ. അതെ, അവരും ഫാമിലിയും പാവപ്പെട്ട ആളുകളാണ് എന്ന് ഉമ്മ പറഞ്ഞിരുന്നു. അവർക്കായിരിക്കും. ഞാൻ വിചാരിച്ചിരുന്നു ഉമ്മ ആ കാര്യം മറന്നെന്ന്. ഇല്ല, മറന്നിട്ടില്ല. പാവാണ്. മുഴുവൻ ചിലവും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് വാക്ക് കൊടുത്തതായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ ബാപ്പാക്ക് അത് സമ്മതമല്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞു. കാരണം ഒരിക്കലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ പറ്റില്ലല്ലോ. ഒന്നുമല്ലെങ്കിൽ ഞാനൊരു അന്യപുരുഷനല്ലേ. അതൊരിക്കലും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഒരു പക്ഷേ എൻ്റെ ഫൈസൽക്കെയാണ് അങ്ങനെ കൊടുക്കുന്നതെങ്കിൽ അത് അവർക്ക് ധൈര്യമായി വാങ്ങാം. കാരണം അതവരുടെ മരുമകനാണ്. ഇതിപ്പോൾ ഞാൻ ആരുമല്ലല്ലോ. ആദ്യ ഭർത്താവിൻ്റെ അനിയൻ എന്നൊക്കെ പറഞ്ഞാൽ തികച്ചും അന്യമാണ്. തികച്ചും. ഉമ്മ, ഇത് ഫൈസൽക്കയുടെ വൈഫിനാണോ? വൈഫിനും കുടുംബത്തിനും? അതേ മോനെ, ഈ മറന്നിട്ടില്ലേ ഓലെ? ഉമ്മ, അതെങ്ങനെ മറക്കാം? ഞാൻ വിചാരിച്ചിരുന്നു ഇപ്രാവശ്യം. പക്ഷെ അവർക്ക് എന്നോടൊരു താല്പര്യമില്ലാത്തത് കൊണ്ട്. മോന് നിന്നോട് താല്പര്യം ഇല്ലായിട്ടല്ല, അത് മൂപ്പർക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ഓലപ്പാക്ക് എന്ന് വെച്ചാൽ നയിച്ച് തിന്നണം, അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ ഒരു പക്ഷേ ഫൈസലിൻ്റെ പൈസയാണെങ്കിൽ അവർ വാങ്ങുമായിരിക്കും. ഇതിപ്പോൾ നിൻ്റേതാവുമ്പോൾ അവർക്കൊരു പോരായ്മ തോന്നുകയാണ്. അതുകൊണ്ടാണ് മോനെ അങ്ങനെ പറഞ്ഞത്. എൻ്റെ മോനൊന്നും വിചാരിക്കണ്ട കേട്ടോ. എല്ലുമ്മ, സാരല്ല. ആ ഉപ്പയുടെ മനസ്സ് അത് നല്ലൊരു മനസ്സാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരാളുടേത് കിട്ടാൻ ആഗ്രഹിക്കാതെ സ്വന്തം തൊഴിലെടുത്ത് ഉണ്ടാക്കുന്ന ഒരു പൈസ കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സ് തന്നെയാണ്. അന്തസ്സുള്ള ബാപ്പയാണ് ഓളുടേത്. അതാണ് പാവം. എന്നാലും ആ ഫാമിലിയിലെ 2-3 പെൺമക്കളും അത്രയൊന്നും സുഖമില്ലാത്ത ബാപ്പയും ഉമ്മയും വല്യമ്മയും ഒക്കെ അടങ്ങിയ വലിയൊരു കുടുംബം. പാവാണ്. മോനെ, എൻ്റെ കുട്ടി ഒരു കാര്യം ചെയ്യണം. എന്താ ഉമ്മ? മോനെ, ഉമ്മ, ഞാൻ അങ്ങോട്ട് പോകുന്നത് മോശമാണ്. അത് ഫൈസൽക്ക് എങ്ങനെ അറിഞ്ഞാൽ അതിലേറെ പ്രശ്നമായിരിക്കും. അത് മാത്രമല്ല, തൽക്കാലം ഞാൻ ഉമ്മയെ കൊണ്ടുവിട്ട് തരാം. ഉമ്മ സാധനങ്ങളൊക്കെ കൊടുത്ത് വരണം കേട്ടോ. മോനെ, അവിടെ നിൽക്ക്. ആയിട്ടില്ല. ഒന്ന് പലചരക്ക് കടയിലും
കുറച്ച് കയറാണ്ട്. ഞാൻ വണ്ടിയിലിരുന്നോളാം, മോൻ പോയി വായിക്കോളൂല്ലേ. മോനെ കുറച്ച് ബസുമതി അരിയും ബിരിയാണി അരിയും അതിലേക്കുള്ള മസാലകളും കാര്യങ്ങളൊക്കെ വാങ്ങി കുറച്ച് ചിക്കനും ഒക്കെ വാങ്ങിയിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ബീഫിന് വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, ബീഫ് വാങ്ങേണ്ട. കാരണം ഫ്രഷ് ബീഫ് തന്നെ ഈ നാളെയൊക്കെ കിട്ടൂലേ ഉളുഹിയത്തിൻ്റെ ഇറച്ചിയൊക്കെ ആയിട്ട്. അപ്പോൾ പായസത്തിനുള്ളതും സാധനങ്ങളൊക്കെ ഒന്ന് കുറച്ച് വാങ്ങിക്കൊണ്ടുവരും കേട്ടോ. മോനക്കറിയില്ലേ, ചോദിച്ചാൽ മതി അവരോട്. ആ ഉമ്മ, ആയിക്കോട്ടെ. ഷമ്മാസ് അതാ പലചരക്ക് കടയിലേക്ക് പോയി പച്ചക്കറിയും സാധനങ്ങളും അവർക്ക് ബിരിയാണിക്ക് ആവശ്യമായതും മന്തിക്ക് ആവശ്യമായതും എല്ലാം വാങ്ങുന്നു. പിന്നെ അതാ ചിക്കൻ്റെ കടയിൽ പോയി കുറച്ചധികം ചിക്കനും കുറച്ച് കാടയും വാങ്ങുന്നു. നേരെ കാറിലേക്ക് വന്നു, ഡിക്കിയിൽ വെച്ചു. ഉമ്മ കുറച്ച് കാടയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ മോനെ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഒലു ഫ്രൈ ചെയ്തോട്ടെ അല്ലേ മോനെ? എന്നാൽ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോൾ എന്തമ്മ വാങ്ങാൻ? ഞാൻ കുട്ടികൾക്ക് വല്ല കേക്കോ എന്തെങ്കിലും വാങ്ങണമെന്നാവോ മോനെ? ആ ഒരു ഷോപ്പിൻ്റെ കേക്ക് ഷോപ്പ് തുറന്നിക്കണോ നോക്ക്. അവിടെ എവിടെയെങ്കിലും ഒരു കേക്കോ എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങി പോവാം. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഷമ്മാസ് ഒരു ബേക്സിൻ്റെ അടുത്തിരുന്നു. ഉമ്മ, ബേക്കറി അതെ അവിടെ കേക്കും ഉണ്ട്. ആ എന്നാൽ മോനെ ഒരു കേക്കും കുറച്ച് ബേക്കറി ഐറ്റംസും അതും വാങ്ങിക്കോ. ഷമ്മാസ് അവിടെ പോയി ഒരു കേക്ക് ചോദിക്കുന്നു. അവർ ചോദിച്ചു, ഏതാണ് വേണ്ടത്? വാഞ്ചോ ഉണ്ട്, സ്ട്രോബെറി, റെഡ് വെൽവെറ്റ്, ചോക്ലേറ്റ്, എല്ലാ ഐറ്റംസിലുള്ള കേക്ക്സും അവിടെ ഉണ്ട്. ഹണി കേക്ക് എല്ലാം ഉണ്ട്. എന്നാൽ പിന്നെ ഒന്ന് വെറൈറ്റി ആക്കിയാലോ എന്നുമ്മ ഒന്ന് ഷമ്മാസ് വിചാരിക്കുകയാണ്. ഹണി കേക്ക് ആക്കിയാലോ? ഒരു മിനിറ്റ്, ഞാൻ ഉമ്മയോടൊന്ന് ചോദിച്ചു വരാം. ഷമ്മാസ് ഷോപ്പിൽ നിന്നിറങ്ങി. ഉമ്മ വന്ന് കണ്ടു നോക്കൂ, എല്ലാ ഐറ്റംസിലുള്ള കേക്ക്സും ഉണ്ട്. പിന്നെ ഹണി കേക്ക് ഉണ്ട്, അതുപോലെ ഡ്രീം കേക്ക്. മോനത് വേണ്ട, ഡ്രീം കേക്ക് അതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാൻ പോലും കഴിയൂല. മോനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോ. പിന്നെ കുറച്ച് മിഠായികളോ എന്നീ വാങ്ങിക്കോ. മോൻ ആ ഭാഗത്ത് ഫ്രൂട്ട്സ് ഉണ്ടോ നോക്ക്. ഉമ്മ ഈ കടയിലില്ല, അപ്പുറത്തുണ്ട്. എന്നാൽ ഇവിടുന്ന് കേക്കും സ്വീറ്റ്സും കുറച്ച് വാങ്ങിയിട്ടേ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയിട്ട് നമുക്ക് പോവാട്ടോ. പെട്ടെന്ന് ആ ബാഗിൽ നിന്ന് ഉമ്മ അതാ ആ ക്യാഷിൻ്റെ കെട്ടങ്ങോട്ട് എടുക്കുന്നു. എന്നാ മോനെ, ഉമ്മ അതൊക്കെ അവിടെ വെച്ചോളേ, ഇപ്പോൾ അർജൻറ്റ് നിൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം. ഉമ്മ ഇപ്പം ക്യാഷൊന്നും അങ്ങനെ ആരും വാങ്ങൂല, വാങ്ങായൊന്നുമില്ല. ഇത് വെക്ക്. എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ എത്ര ചിലവായത്? ചിക്കന്, പലചരക്ക് സാധനങ്ങൾ, അതെല്ലാം മസാലാസ്, അതിനൊക്കെ എത്രയായി? അതിനുള്ളത് പറയും. അതുപോലെ തന്നെ ഇതാ ഇവിടെ കേക്കും ബേക്കറി ഐറ്റംസും അത് വാങ്ങിയിട്ട് ഇതാ ഫ്രൂട്ട്സ്, നല്ല ഫ്രൂട്ട്സ് വാങ്ങിക്കട്ടോ. ആപ്പിളോ അല്ലെങ്കിൽ ഉറുമാമ്പഴോ അങ്ങനെ എന്തൊക്കെ നല്ല കേടുവരാത്ത ടൈപ്പുള്ള വാങ്ങിക്കോ. അതൊക്കെ വാങ്ങിയിട്ട് വാ, എന്നിട്ട് പറഞ്ഞുകൊണ്ടാ എനിക്ക് എത്ര ബില്ല് എന്നുള്ളത്. കയ്യിൽ ക്യാഷ് ഉണ്ടോ? എന്തോ നിങ്ങൾ ചോദിക്കുന്നത്? ബാങ്കിൽ അക്കൗണ്ടിൽ ക്യാഷ് ഉള്ളതല്ലേ. പിന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ കയ്യിൽ പൈസ വെച്ച് നടക്കണോ മോനെ? അതുകൊണ്ടല്ല. അപ്പോഴേക്കും അതാ ഷമ്മാസ് ഫ്രൂട്ട്സിൻ്റെ കടയിലേക്ക് എത്തുന്നു. ഒരുപാട് ഫ്രൂട്ട്സും സാധനങ്ങളും എല്ലാം വാങ്ങി, കേക്കും എല്ലാം കിട്ടി. അതൊക്കെ ഡിക്കിയിൽ വെച്ചു. ഉമ്മ, ഡിക്കി നിറഞ്ഞു കേട്ടോ. മോനെ നിറഞ്ഞോട്ടെ, അല്ല പിന്നെന്താ, നിറയണല്ലോ. ഷമ്മാസ് കാറിൽ കയറിയിരുന്നു. മോനെ ആ കണക്കൊന്നും ഈ കൂട്ട് ഫസ്റ്റ്. എന്താ ഉമ്മ നിങ്ങളിങ്ങനെ മക്കളോടൊക്കെ ആരെയും കണക്ക് ചോദിക്കുമോ? മോനെ അതങ്ങനല്ല, എൻ്റെ കുട്ടിക്ക് അത് അവിടേക്ക് കൊടുക്കാൻ അവകാശപ്പെട്ടതല്ലെങ്കിലും ഉമ്മാക്ക് അവകാശപ്പെട്ടാണ്. എൻ്റെ കുട്ടി അത്ര നോക്കിക്കണ്, അത്ര നോക്കി എന്നെ സുഖമില്ലാത്ത സമയത്തൊക്കെ നോക്കിയതാണ്. നമ്മളെ മോന് തീരെ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഓനെ എണീപ്പിച്ച് നിർത്തിയത് ആ പെൺകുട്ടിയാണ്, അല്ലാതെ ഞാനല്ല ഓനെ നോക്കിയത്. അത്രക്കും കിടപ്പിലായിരുന്നു, കയ്യും കാലും കണ്ണും അനക്കാൻ കഴിയാതെ, മിണ്ടാൻ വരെ വയ്യാതെ. അതൊക്കെ നന്നാക്കി എടുത്ത് ചാരി ഇരുത്തി വായിലേക്ക് വെള്ളം, ചോറ്, കഞ്ഞിയൊക്കെ കൊടുത്ത് അങ്ങനെ നോക്കിയുണ്ടാക്കിയതാണ് ഫൈസൽ ഖാനെ. അതൊക്കെ മറക്കാൻ പറ്റുമോ? പഠിച്ചോൻ പൊറുക്കുമോ ഒന്നുമില്ലെങ്കിൽ? എനിക്ക് വയ്യാത്ത സമയത്ത് ആ കുട്ടി ഓടി വന്നതാണ്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നത് ഓളല്ലേ, അല്ലാതെ എൻ്റെ പെങ്ങള് സാജിത്ത് പോലും അല്ല. ഓളൊക്കെ കുട്ടികളെ കാര്യം എന്ന് പറഞ്ഞാൽ അവളാണ് പോയി. ആരും ഉണ്ടായിരുന്നില്ല, ഓളെന്നെ ഉള്ളായിരുന്നു എന്നെ നോക്കിയിരുന്നത്. അന്ന് ഇവിടെ ഇല്ലായിട്ടല്ലേ, അന്ന് ഈ മലേഷ്യയിലല്ലായിരുന്നോ? അപ്പോൾ അതൊക്കെ ഉമ്മാക്ക് മറക്കാൻ പറ്റുമോ? ഉമ്മ, ഞാനും വിചാരിച്ചു ഇപ്രാവശ്യം ഇത്താത്താനെ കുറിച്ചൊന്നും പറയണം കേൾക്കണില്ല, എന്തപ്പോൾ ഇതെന്ന് വിചാരിച്ചു. മോനെ, എൻ്റെ കുട്ടി ഒന്ന് എന്നെ അവിടെ എറ്റൊന്ന് ആക്കിത്തരണം, ആ വഴി വരെ മതി.
പിന്നെ മോന് മടിയാണെങ്കിൽ അങ്ങോട്ട് കയറണ്ട. ഉമ്മ മടിയായിട്ടല്ല, പക്ഷേ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ അവർക്ക് വിഷമാവും എന്നെ കാണുമ്പോൾ. കാരണം അവരുടെ മരുമകനെ വരേണ്ട സ്ഥാനത്തല്ലേ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അതൊരിക്കലും സഹിക്കാൻ കഴിയുന്നതായിരിക്കില്ല. അന്ന് ആ ഉപ്പ എന്നെ കൈ പിടിച്ച് കരഞ്ഞത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കണ്ട. ഉമ്മ വന്നു എന്ന് പറഞ്ഞാൽ മതി. മോനെ, അപ്പോൾ സാധനങ്ങളൊക്കെ ഉമ്മ അത് ഞാൻ അങ്ങോട്ട് എത്തിച്ചു തരാം. ഉമ്മ ഡിക്കിയിൽ നിന്ന് എടുത്ത് വെക്കൂലേ? അത്രയൊന്നും വെയിറ്റ് ഒന്നുമില്ല. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. ഷാമോനെ, എൻ്റെ കുട്ടി ഇറങ്ങണമെങ്കിൽ ഇറങ്ങിക്കടാ. അത് വേണ്ടുമ്മ, അതവർക്ക് കാണുമ്പോൾ അത് വിഷമാവും. അങ്ങനെ അതാ ഷമ്മാസും ഉമ്മയും നുസൈബയുടെ വീട്ടിലേക്ക് പോകുന്നു. മോനെ, നിനക്ക് വഴിയറിയണല്ലേ? ഉമ്മ, എനിക്കറിയാം, നമ്മൾ വന്നതല്ലേ ഇങ്ങോട്ട്, പിന്നെന്താ. പാവം ഇത്താത്തല്ലേ ഉമ്മ. ഇത്താത്തയും അനിയത്തിമാരും വേറൊരു ആൺതരി ഇല്ലല്ലേ അവർക്ക്? ഇല്ല മോനെ, 3 പെൺകുട്ടികളല്ലേ. അതല്ല ഒരു അവസ്ഥ, വളരെയധികം ദയനീയ അവസ്ഥയാണ്. നമ്മൾ സഹായിക്കുകയാണെങ്കിൽ അവരെ സഹായിക്കണം, വേറെ ആർക്കും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ പാവം. ഷമ്മാസിൻ്റെ കാർ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴതാ നുസൈബയുടെ വീടിൻ്റെ ആ ഒരു പടിക്കലെത്തുന്നു. മോനെ, ഇങ്ങോട്ട് കയറ്റി നോക്ക്, കയറാൻ പറ്റുമായിരിക്കും. ഉമ്മ, അതൊരു ഓട്ടോയ്ക്ക് പോകാനുള്ള അഡ്ജസ്റ്റ് ഇല്ല, വണ്ടി കൊള്ളും. ഷമ്മാസ് അത് പെട്ടെന്ന് വണ്ടി മുന്നോട്ടെടുത്തു. കാറിൻ്റെ ഡിക്കി ഓൺ ചെയ്തു. ഉമ്മ, ഞാൻ ഇറങ്ങുന്നില്ല കേട്ടോ, നിങ്ങൾ വേഗം ഇറങ്ങിയിട്ട് ഞാൻ എപ്പോഴേക്കും വണ്ടി അങ്ങോട്ട് തിരിച്ചിടാം, എന്നെ എനിക്ക് കാണണ്ട. ഉമ്മ ഡിക്കി തുറന്ന് സാധനങ്ങളെല്ലാം അതാ എടുത്തു വെക്കുന്നു. അപ്പോഴതാ കുട്ടികൾ സിറ്റൗട്ടിൻ്റെ ഭാഗത്തേക്ക് വരുന്നു. ഉമ്മ, നമ്മളെ മുറ്റത്തെ കാറ്, ഉമ്മ ആരോ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മ സാധനങ്ങളെല്ലാം എടുത്ത് അതാ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് വെക്കുന്നു. ഷമ്മാസ് പെട്ടെന്ന് കാറ് തിരിച്ച് കുറച്ച് ബാക്കോട്ട് പോയി ആ വീട്ടിൽ നിന്ന് കുറച്ച് കാണാത്ത രീതിയിൽ അത് പാർക്ക് ചെയ്തു. പഠിച്ചോനെ, ആരാ? അല്ലാ, നിങ്ങൾ വന്നാ? അല്ലാ പഠിച്ചോനെ, കയറി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പഠിച്ചോനെ, ഉമ്മ. നുസിയെ ഉമ്മത് വന്നിക്കണടി. ഇരിക്കി. പഠിച്ച തമ്പുരാൻ, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ഏറ്റി കൊടുന്നിക്കണത്? എന്താണിതൊക്കെ? ഇരിക്കേ മോളെ, ചായക്ക്. പഠിച്ചോനെ, നോമ്പാണല്ലോ, എൻ്റെ ഓർമ്മയില്ലാതെ. നിങ്ങളിപ്പോൾ നോമ്പിന് കഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഇന്നലെ വന്നാൽ പോരേ? നിങ്ങൾക്ക് എന്തേലും തുള്ളി വെള്ളമെങ്കിലും നിങ്ങൾക്ക് കലക്കി തരേനല്ലോ. ഇതിപ്പോൾ ഒന്നും വേണ്ട. എവിടെ എൻ്റെ കുട്ടി? ഓളൊന്ന് കാണണമല്ലോ. നുസിയെ, എടി ഉമ്മ വിളിക്കണേ. നുസൈബ അപ്പുറത്തായിരുന്നു. ഉമ്മ, ആരാണ് അത്? മോളെ വന്നോക്ക്, നിൻ്റെ ഫൈസൽ ഖാൻ അമ്മ വന്നിക്കണേ. പഠിച്ചോനെ, ഉമ്മയോ? നുസൈബ ഉമ്മയുടെ അടുക്കിലേക്ക് വന്നു. ഉമ്മയെ കണ്ടപ്പോൾ നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉമ്മ എന്ന് പറഞ്ഞ് അവൾ ഉമ്മയെ അതാ കെട്ടിപ്പിടിക്കുന്നു. മോളെ, എന്താ നുസിയെ ഇങ്ങനെ കരയണേ? നുസൈബ, എൻ്റെ കുട്ടി എന്തിനാ കരയണേ? ഉമ്മ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. എൻ്റെ പൊന്നുമോളെ, എന്താ എൻ്റെ കുട്ടിക്ക് വിഷമം? എനിക്കറിയാം എനിക്ക് വിഷമം ഉണ്ടാവും എന്നുള്ള കാര്യം. നമ്മളെ കുട്ടി അങ്ങനെയല്ലേ കാട്ടിക്കൂട്ടിയത്. സാരല്ല, പഠിച്ചോ എനിക്ക് നല്ലൊരു ഹയറായ ജീവിതം തരും, ഉറപ്പാണ്. ഈ സങ്കടപ്പെടല്ലേ. അല്ല മോളെ, എൻ്റെ കുട്ടീൻ്റെ പഠനമൊക്കെ എന്തായി? എക്സാം ആയോ? ഉമ്മ, ആയി തുടങ്ങി. ഡേറ്റ് ഫിക്സ് ആയിരുന്നു. അപ്പോൾ എന്തൊരു ഇഷ്യൂ കൊണ്ട് അതൊന്ന് മാറ്റി വെച്ചു. അതുകൊണ്ട് മോൾക്ക് നല്ലോണം ഒന്നുകൂടി പഠിക്കാനായി അല്ലേ? എൻ്റെ കുട്ടിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ? പൈസ ഉണ്ടോ? പൈസ കഴിഞ്ഞോ? ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ഞാൻ കൊണ്ടുവന്നിട്ട് അയച്ചിട്ടും. ഉമ്മ, അന്നാൾ നിങ്ങൾ അയച്ചില്ലേ? അതുണ്ടായിരുന്നു. മോളെ, എന്താ ഞാൻ എൻ്റെ കുട്ടീനോട് പറയാൻ എനിക്കറിയണില്ല. എൻ്റെ കുട്ടീനെ എനിക്ക് മറക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വരുന്നത്. മോളെ, ആ കുട്ടികളോട് അതൊന്ന് ഫ്രിഡ്ജിക്ക് വെക്കാൻ പറഞ്ഞേക്കിട്ടോ. അതിൽ കേക്ക് ഉണ്ട്, അത് ഒന്ന് തണുത്തോട്ടെ, നോമ്പ് തുറക്കുമ്പോഴേക്കൊക്കെ. മക്കൾക്കൊക്കെ നോമ്പുണ്ടോ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ടുമ്മ നോമ്പ്. ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അതല്ലെങ്കിൽ നോറ്റ് ശീലാണൊക്കെ നല്ല തന്നെയാണ്, നല്ല കൂലിയുള്ള കാര്യമല്ലേ. അപ്പോഴേക്കും അത് നുസൈബയുടെ ഉമ്മയുടെ അടുത്തേക്ക് വരുന്നു. പിന്നെ എന്തൊക്കെയാണ് അവിടുത്തെ വർത്തമാനങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അങ്ങനെ പോണ്. എൻ്റെ കുട്ടി ഇങ്ങോട്ട് എത്തിയതിൻ്റെ ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമം തന്നെയാണ്. എല്ലാം കൊണ്ടും
എനിക്ക് പറ്റിയത് ഈ കുട്ടീനേനു, പക്ഷേ പഠിച്ചവൻ്റെ വിധിയില്ലല്ലോ. അത് സാരമില്ല, ഞാൻ ഇനിയിപ്പോൾ അതിനെ കുറിച്ച് വിഷമിക്കണ്ട. ആ പിന്നെ ഉമ്മ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടില്ല. എന്ത് കാര്യം? അത് നമ്മളെ നുസൈബ മോൾക്ക് ഒരു വിവാഹാലോചന വന്നിരുന്നു ഇവിടെ അടുത്തുനിന്ന്. ആണോ? വന്നോ? ഉമ്മാക്കത് കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് പതറി. ഉമ്മാക്ക് പിന്നെ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട മരുമകൾ മറ്റൊരു വീട്ടിലേക്ക് ഒരു മരുമകളായി പോവുകയെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയി. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾ സങ്കടപ്പെടുന്നു വേണ്ട, നുസൈബയുടെ ഉമ്മ പറഞ്ഞു. ശരിയാണ്, അല്ലെങ്കിലും ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? നമ്മളെ കുട്ടിക്ക് നല്ലൊരു ഭാവി ജീവിതമല്ലേ വേണ്ടത്. സാരമില്ല, ഓൾ രക്ഷപ്പെടട്ടെ. മോളെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ ദാ പെരുന്നാൾക്ക് ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിയോ? ഒന്നും വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ പെരുന്നാൾക്ക് എടുത്തത് തന്നെ ഉണ്ട്, അത് മതി. ഈ പ്രാവശ്യം പെരുന്നാൾക്ക് ഉപ്പാക്കാണെങ്കിൽ വല്ലപ്പോഴും പണിയുള്ളൂ. ഇപ്പോൾ മഴ ആയതുകൊണ്ട് കുറേ ദിവസം പോവും, കുറേ ദിവസം പോകാൻ കഴിയൂല. ചിലപ്പം പനിച്ച് കിടക്കും. അങ്ങനെ കയറ്റിങ്ങനെ തള്ളിപ്പോണേ. ഇതാ നിങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവന്നിക്കണേ. ഇതാ നിങ്ങൾക്കുള്ളതുണ്ട്, നുസിക്കുള്ളത്, അനിയത്തിമാർക്കും ഉമ്മാക്കും ഉപ്പാക്കും ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും പെരുന്നാൾ നല്ല രീതിയിൽ ആഘോഷിക്കണം. പിന്നെ ഇതാ ഉണ്ടാക്കാനുള്ള ബിരിയാണിയോ മന്തിയോ അതിനുള്ള അരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാട ഫ്രൈ ചെയ്യേ വെക്ക് എന്തി വേണമെങ്കിൽ ചെയ്തോളൂ. ചിക്കൻ ബിരിയാണിയോ ചിക്കൻ മന്തിയോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നാളെ വെച്ചോണ്ടിട്ടോ. കുറച്ച് അരി കിറ്റ് കിട്ടിയിരുന്നു, അരി മാത്രം. അരിയും കുറച്ച് നെയ്യും അതിക്കുള്ളതും. പക്ഷേ ഇനിയിപ്പോൾ ഇറച്ചി വാങ്ങാൻ അങ്ങനെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ രാവിലെ പോകാം, അല്ലെങ്കിൽ സുബഹിക്ക്, അല്ലെങ്കിൽ ഇന്ന് രാത്രി എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അൽഹംദുലില്ലാ, ഇനിയിപ്പോൾ അതൊന്നും വേണ്ടല്ലോ. അല്ലമ്മ, നിങ്ങൾ ഒറ്റക്കാണോ വന്നത് ഓട്ടോയ്ക്ക്? അല്ല, കാറിനാണ് വന്നത്. മക്കൾ വിളിച്ച് പറഞ്ഞു കേട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല. ഐശ്വര്യത്തിൻ്റെ എവിടെ കാറ്? അതിൽ ആരുടെ കൂടെയാണ് വന്നത്? ഇക്കാക്കയുടെ കൂടെയോ അതോ അനിയൻ്റെ കൂടെയോ? ഷാമോൻ്റെ കൂടെയാണ്. അനിയനെ ഓനക്ക് പിന്നെ ഇങ്ങോട്ട് കയറി വരാൻ മടിയായിട്ടാണ്. കാരണം നമ്മൾ എന്തായാലും ബന്ധമൊക്കെ ഒഴിവായ ആൾക്കാരല്ലേ. എന്നെ കണ്ടാൽ ഇനിയിപ്പോൾ ഒരു അന്യ പുരുഷനല്ലേ ഞാൻ, അതോ പ്രശ്നമാവെന്ന് വിചാരിച്ചിട്ട് ഓനിവിടെ ആക്കി അങ്ങോട്ട് മാറി നിന്നിക്കണ്. നുസൈബ വിചാരിച്ചു, പഠിച്ചോനെ എത്ര ദീനിയായ ഒരാൾ. എൻ്റെ ഫൈസൽ കാക്കൊന്നും ആ ഒരു സ്വഭാവം കിട്ടിയിട്ടുന്നല്ല. അതും ഒരു ഉമ്മാൻ്റെ മോനെ, അതും രണ്ടും ഒരു ഉമ്മ വെറ്റ മക്കൾ തന്നെയാണല്ലോ. ഓരോരുത്തരുടെ ഓരോ സ്വഭാവങ്ങൾ. ഉമ്മയും അത് കേട്ട് പറഞ്ഞു. അല്ലെങ്കിലും ആ കുട്ടി നല്ലൊരു കുട്ടിയാണല്ലേ, ദീനിയായൊരു കുട്ടിയാണ് എന്നൊക്കെ പറയണ കേട്ടു. നുസിയെ നമ്മ ഇറങ്ങട്ടെ കേട്ടോ. ഉമ്മ നോമ്പായതുകൊണ്ടൊന്നും തരാനും പറ്റിയില്ല. അത് സാരില്ല. ഉമ്മാക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, എൻ്റെ കുട്ടി നന്നായിട്ട് പഠിക്കണം, റാങ്ക് വാങ്ങണം, ഗവൺമെൻറ് സീറ്റ് നമുക്ക് കിട്ടണം. ഇനിയിപ്പോൾ അഥവാ കിട്ടിയില്ലെങ്കിലും മോള് പേടിക്കൊന്നും വേണ്ടിട്ടാ. ദാ പഠിപ്പിക്കാൻ ഞമ്മക്ക് പഠിച്ചോനെ സ്വത്ത് തന്നിക്കണ്. ഉമ്മ അത് വേണ്ട. ഹേയ് അത്രയൊന്നും ലക്ഷക്കണക്കിന് 50 ലക്ഷത്തിലേറൊക്കെ വരുന്നേ. ഹേയ് അത് വേണ്ട. എൻട്രൻസ് എഴുതി കിട്ടണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോളെ ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും മോള് നിരാശപ്പെടരുത് കേട്ടോ. ഈ ഉമ്മ ഉണ്ടാവുമ്പോൾ ഒരു പേടിയും പേടിക്കണ്ട. ഇല്ലമ്മ അതൊക്കെ കിട്ടും, അതൊക്കെ നേടിയെടുക്കണം. പിന്നെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. മോനവിടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. അല്ലാ, മോനക്ക് കണ്ട് വരാനൊന്നും പറ്റിയില്ലല്ലേ, മോൻ വന്നിട്ടില്ല. ഉമ്മ പറഞ്ഞു, ആ ബന്ധം അതെങ്ങനെയാണ്? അത് നല്ല ഫാമിലിയൊക്കെ തന്നെയാണ്, ചെക്കനതുപോലെ തന്നെ നല്ല ചെക്കനാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൻ ഇനി പോയി വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ഒന്ന് കണ്ടുപോയിക്കണ്, ഓൻ വന്നിട്ടില്ല. കണ്ടുപോയതിൻ്റെ ശേഷം പിന്നെ ഉമ്മ നിങ്ങളെയൊക്കെ പോലെ തന്നെ ഒരു ഉമ്മ തന്നെയാണ്, നല്ലൊരു സ്വഭാവമുള്ള ഉമ്മയാണ്. അത് കേട്ടപ്പോൾ വീണ്ടും അതാ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നു. പഠിച്ചോനെ, എൻ്റെ മരുമകൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്തായാലും ആ ഉമ്മ വല്ലാത്തൊരു ഭാഗ്യവതിയായിരിക്കും. എൻ്റെ നുസൈബ മോള് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വീട് സ്വർഗമായിരിക്കും. അത്രക്കും വെടുപ്പും വൃത്തിയും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന കുട്ടിയായിരിക്കും. ദീനിയായ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും അങ്ങനെ തന്നെ. പഠിച്ചോനെ, ഏതാണ് ആ ഭാഗ്യവാന്മാർ എന്നാവോ. എൻ്റെ ചെക്കൻക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എൻ്റെ ഫൈസലിൻ്റെ ഓരോ ചെറ്റത്തരം കൊണ്ട് അവൾ നഷ്ടപ്പെട്ടു പോയി. സാരല്ല.
മോളെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. നുസൈബയുടെയും. നുസൈബ ഉമ്മയുടെ ആ നെഞ്ചിലേക്ക് മുഖമർത്തി കരഞ്ഞു. ഉമ്മ ഉമ്മ മോളെ സാരല്ല. എന്തേ എൻ്റെ കുട്ടി എന്തിനെങ്ങനെ പൊട്ടിക്കരയണേ? എൻ്റെ കുട്ടിക്ക് ആ ബന്ധത്തിനോട് താല്പര്യമില്ലേ? എന്താ അങ്ങനെ പറയണേ? ഉമ്മ എനിക്കിഷ്ടമല്ല ഉമ്മ, ഒരിക്കലും ഞാനത് ഇഷ്ടപ്പെടുന്നേ ഇല്ല. എൻ്റെ മോൾക്ക് ഇഷ്ടമില്ലാതെയാണോ അത് ഉറപ്പിച്ചത്? അത് അവരൊന്നും വന്നിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമേ ഇല്ല. ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ഒരു വിവാഹം. ഉമ്മ ഞാൻ പഠിച്ചോളാം. എനിക്കതിനു വേണ്ടി ദുആ ചെയ്യണം. ആ ബന്ധം ഒഴിവായി പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ എനിക്ക് ദുആ ചെയ്യണം. മോളെ ഹൈറാണെങ്കിൽ നടക്കട്ടെ, ഷർറാണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ. ഈ നല്ലൊരു ദിവസത്തിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹൈറാണെങ്കിൽ നടന്നോട്ടെ മോളെ, ഷർറാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് ബുദ്ധിമുട്ടുള്ള ബന്ധമാണ് അതെങ്കിൽ അതങ്ങോട്ട് ഒഴിഞ്ഞു പോട്ടെ. പിന്നെ എൻ്റെ കുട്ടി നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. ഉമ്മ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉമ്മ ആ ഒരു പേഴ്സിൽ നിന്ന് അതാ ഒരു നോട്ടിൻ്റെ കെട്ടെടുത്ത് നുസൈബാക്ക് നേരെ നീട്ടുന്നു. എന്നാ മോളെ ഇതങ്ങോട്ട് വെച്ചോ. ഉമ്മ വേണ്ട, കയ്യിലുണ്ട്, ഇന്നാൾ തന്നത് തന്നെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ ഇത് വെക്ക്. എന്നാ അവരൊന്നും കാണണ്ട, കുട്ടികളെ മുമ്പെന്നൊക്കെ. ഉപ്പാക്ക് കൊടുക്കണം കേട്ടോ. ഉപ്പാക്ക് ഒരുപാട് ചിലവുകളുള്ളതാണ്. ഉപ്പാക്ക് കൊടുക്കണം കയ്യിൽ. എല്ലാ സാധനവും വാങ്ങാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉമ്മാനെ വിളിക്കണം. മനമില്ലാ മനസ്സോടുകൂടി അതാ നുസൈബ ആ ഒരു നോട്ട് കെട്ട് വാങ്ങുന്നു. ഉമ്മ ഇത് എത്രയാണിത്? അത്യാവശ്യം ഉണ്ടല്ലോ. ഇത്രയൊന്നും വേണ്ട, അതിൻ്റെ പകുതി മതി. മോളെ അത് ആവശ്യം വരും. ഒരു കുടുംബം ഇവിടെ കഴിയണ്ടേ, അതവിടെ വെക്ക്. മോളെ എന്നാൽ ഞാൻ ഉമ്മാനെ വിളിക്കടി, പോട്ടെ. അപ്പോഴേക്കും ഉമ്മ അതാ ഓടി വരുന്നു. നുസൈബ ഇട്ട ഒരു കുപ്പി അച്ചാറുമായി. പിന്നെ ഈ അച്ചാർ മോൾ ഇട്ടതാണ്. മോൾ പറഞ്ഞു അവിടെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉമ്മാക്ക് ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ മാങ്ങയും ഈത്തപ്പഴം കൂടി മിക്സാക്കിയിട്ട് അവൾ ഇട്ടതാണ്. ഇതൊരു കുപ്പി കൊണ്ടേക്കോളി, നിങ്ങൾക്ക് കൂട്ടാലോ. പിന്നെ ഷാമോൻക്കും കൊടുക്കണം കേട്ടോ. ആ അച്ചാർ ഒരു കവറിലിട്ടു. ഉമ്മ അതാ ഇറങ്ങുന്നു. നുസൈബ അതാ ഉമ്മയുടെ ഒപ്പം മുറ്റത്തേക്ക് നടക്കുന്നു. ഉമ്മ എന്നാ ഞങ്ങൾ പോയിക്കോളൂ കേട്ടോ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അതൊരു പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. മോളെ എന്നാ ശരി. നുസൈബയുടെ കവിളിൽ ഉമ്മ അമർത്തി ചുംബിച്ചു. മോളെ പൊന്നുമോൾ കരയരുത് കേട്ടോ. ഉമ്മല്ലേ നിനക്ക്, പിന്നെ എന്തിനാ എൻ്റെ കുട്ടി കരയണേ? നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉമ്മയും കണ്ണു തുടച്ചുകൊണ്ട് അവളോട് സലാം പറഞ്ഞ് അതാ കാറിനടുത്തേക്ക് പോകുന്നു. ഉമ്മ തന്നിൽ നിന്ന് അകന്നു പോകുന്നത് നുസൈബ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നു. കൂടെ പോയാലോ ഉമ്മ എന്ന് വിളിച്ച് ഉമ്മയുടെ കൂടെ പോയാലോ എന്ന് നുസൈബ ആഗ്രഹിച്ചു പോയി. അതെ, ആ ഉമ്മയുടെ സ്നേഹം അത് വല്ലാത്തതാണ്. അല്ലാ ഉമ്മയെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ, ആമീൻ.